ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു പായസമാണ്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. പായസം തയ്യാറാക്കുവാനായി 240 മില്ലിയുടെ 1.5 കപ്പ് ചെറുപയർ പരിപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഴുകി വെള്ളം തോരുവാനായി ഒരു അരിപ്പയിൽ വെച്ചിരുന്ന പരിപ്പ് ഒരു ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കുക. വറുത്തെടുത്ത ചെറുപയർ പരിപ്പ് ഒരു കുക്കറിൽ ഇട്ടതിന് ശേഷം 3 കപ്പ് വെള്ളം കൂടി ചേർത്തുകൊണ്ട് 4 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക. പയറുപരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് പായസത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായി 2 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുക. ശർക്കര നന്നായി ഉരുക്കിയതിന് ശേഷം അരിച്ച് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് പൊടിച്ചെടുക്കാം. അതിനായി ചുക്ക് ഒരു ചെറിയ കഷ്ണവും 5 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ലൈറ്റ് ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ 15 അണ്ടിപ്പരിപ്പും ഒരു 20 ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ എല്ലാ അളവുകൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേവിച്ചെടുത്ത ചെറുപയർ പരിപ്പ് ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് 4 കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുത്തുകൊണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായി ചൂടായി വരുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.